വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡീഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്ന് വെളിപ്പെടുത്തൽ. രഞ്ജിത്തിന്റെ പീഡനശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങിയോടേണ്ടി വന്നെന്ന് ശ്രീലേഖ മിത്ര 24-നോട് പറഞ്ഞു. ഈ സംഭവത്തിന് പിന്നാലെ സിനിമയിൽ അഭിനയിക്കാതെ കൊൽക്കത്തയിലേക്ക് മടങ്ങിയെന്നും ശ്രീലേഖ മിത്ര അറിയിച്ചു. Even from your Malayalam film industry as well. Long back, I did get a call from someone, some email or I don't know, I don't remember a call or an email. And I was asked to travel to Kochi to work with Mammootty in a Malayalam film. So at that time, I was in some personal problem zone. So I wanted to escape and, go and maybe some work in. It was a huge thing working with Mammootty. So I met the said director. That was the first time I met him. In the morning, we had a photo shoot and there were some discussions regarding costumes and the number of days, money and whatever. And I was called in the evening as well, so that, the producer and whoever would come then, we would get introduced to each other and stuff. So after I had been to his place, so I went inside with him. His bedroom was dark and we went into the balcony and he was playing with my bangles. So initially I thought maybe he wants to see my bangles. No, I'm thinking otherwise. No, I'm thinking, I was trying to calm myself down, or maybe I wanted to give it a second. Let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably. Benefit of doubt. I was giving him the benefit of doubt. So after that, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, touching the nape of my neck. So I immediately got out of that room. I spoke to the assistant director. I called him. That guy actually, he was the one who spoke to me initially. So I said, I'm not doing this film. Movie name I don't remember, but I remember the name of the director. Probably his name was Ranjit. He was mid-30s, late 30s. Then it was 10 years back, 11 years back. Or more. Ranjit, if I'm not mistaken. രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖ മിത്ര പറഞ്ഞത് സത്യമെന്ന് സംവിധായകൻ ജോഷി ജോസഫ് 24-നോട് പറഞ്ഞു. ദുരനുഭവം നടി തന്നെ പങ്കുവച്ചിരുന്നു. അന്ന് നടിയെ രക്ഷിക്കാനായെന്നും ജോഷി ജോസഫ് പറഞ്ഞു. ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല. സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പോൾ അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റായി തിരിച്ചു വരുന്നതായിരിക്കും. ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, അവരുമായി വിശദമായി ബൽറാം സംസാരിച്ചതാണ്. കുറേ കാര്യങ്ങൾ ഈ കേരളത്തിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായി സംസാരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടികൾക്ക്, ഇപ്പോൾ നിയമ നടപടികൾക്കോ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ആരും പരാതിയുമായി വരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം സർക്കാരിൻ്റെ ഒരു ന്യായവാദമെന്നാണ്. ഇപ്പോഴിവ പരാതിക്കാരി അല്ലെങ്കിൽ അത്തരമൊരു ദുരനുഭവം നേരിട്ട ഒരാൾ നമ്മളുടെ മുന്നിൽ വന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾക്കോ നിയമ നടപടികൾക്കോ ഒക്കെ അവർ തയ്യാറാണോ?
വിജയകുമാർ, ഇക്കാര്യം നമ്മൾ അവരോട് ചോദിച്ചിരുന്നു. കാരണം അവരുമായി ഈ വിഷയം സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്നത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നും അക്കാര്യത്തിലുള്ള അഭിപ്രായവും തേടുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് തനിക്കുണ്ടായ ദുരനുഭവം അടക്കം ശ്രീലേഖ മിത്ര നമ്മളോട് വെളിപ്പെടുത്തിയത്. ഈ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിലവിൽ ഉയരുന്ന ചർച്ച ഇക്കാര്യത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നോ നിയമപരമായുള്ള നടപടി ഈ ആരോപണ വിധേയർക്കെതിരെ വേണം എന്നുമുള്ള ആവശ്യങ്ങൾ ഉയരുന്ന കാര്യവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുകയും ആ കാര്യത്തിലുള്ള അവരുടെ അഭിപ്രായം, ഒപ്പം തന്നെ അവർക്ക് നേരെ അല്ലെങ്കിൽ അവർ നേരിട്ട ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ശ്രീലേഖ മിത്ര പ്രതികരിച്ചത്, തീർച്ചയായും ഈ ഹേമ കമ്മിറ്റിയോ സമാനമായ കമ്മിറ്റികളോ തന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ തെളിവുകളോ മൊഴികളോ ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകാൻ തയ്യാറാണ്. നിയമപരമായ നീക്കങ്ങൾക്കുള്ള തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നൽകാൻ താൻ തയ്യാറാണ് എന്നും ഇത്തരക്കാരെ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുമാണ്. ഒപ്പം തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത്, ഈ ശ്രീലേഖ മിത്രയെ സംബന്ധിച്ചിടത്തോളം ബംഗാളി സിനിമയിൽ അവർ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ ഒരു നടിയാണ്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായി തന്നെ തന്റെ നിലപാട് തുറന്നു പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീലേഖ മിത്ര. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലും കൃത്യമായി തന്നെ തന്റെ നിലപാട് അവർ വിശദീകരിക്കുകയാണ്. മറ്റ് ബംഗാളിക്ക് അപ്പുറത്തേക്ക് മറ്റ് ഭാഷകളിലും അവർ ചലച്ചിത്രങ്ങളിലും ഒപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളിലും ഡോക്യുമെന്ററി മറ്റ് അഡ്വർടൈസ്മെന്റുകളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിൽ നിന്നും ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായി എന്നും മുംബൈയിൽ നിന്ന് മാത്രമാണ് മോശം അനുഭവം ഉണ്ടാകാതിരുന്നത് എന്നും അവർ പറഞ്ഞു. പരാതിയുമായി മുന്നോട്ട് പോവുകയോ ഇത്തരക്കാരെ ശിക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള ചോദ്യത്തോട് അവർ പറഞ്ഞത്, ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയാണെങ്കിൽ നിലവിലുള്ള സിനിമാ പ്രവർത്തകരുടെ ഈ മേഖലയിലുള്ളവരുടെ 50% അകത്തായിരിക്കും, അഴിക്കുള്ളിലായിരിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ തുടർന്ന് ആവശ്യമെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക, തെളിവുകളോ മൊഴികളോ മറ്റോ നൽകാനും താൻ തയ്യാറാണ് എന്നുമാണ് അവർ വ്യക്തമാക്കിയത്. അവരുടെ ഒരു രീതി അല്ലെങ്കിൽ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായും ഇത്തരത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവർ, ചൂഷണം ചെയ്യുന്നവർ, അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെയും ബംഗാളി സിനിമയിലും സമാനമായി അവർ ഈ മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു, വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ ഒരു അനുഭവത്തിന്റെ കാര്യത്തിലും അത് വേണമെന്നും ഇത്തരക്കാരെ തുറന്നു കാണിക്കണം എന്നുള്ളതുമാണ് അവരുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ പേരടക്കമുള്ളവ വെളിപ്പെടുത്തിയത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് കൊൽക്കത്തയിൽ നിന്ന്. അതേസമയം ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം തള്ളുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റിൽ വെച്ച് അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമകൃഷ്ണനും 2 അസോസിയേറ്റ്സിനും ഒപ്പമാണ് നടിയെ കണ്ടത്. സിനിമയിൽ റോൾ ഇല്ല എന്ന് നടിയെ അറിയിച്ചപ്പോൾ ദേഷ്യത്തോടെയാണ് ശങ്കർ രാമകൃഷ്ണനോട് അവർ സംസാരിച്ചത്. അവർ എവിടെ പരാതിപ്പെട്ടാലും തന്റെ ഭാഗവും കേൾക്കുമല്ലോ, എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പറയുമെന്നും രഞ്ജിത്ത് 24നോട് പറഞ്ഞു. എറണാകുളത്തെ DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന, ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി, എൻ്റെ റൂമിൻ്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോടൊരു സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്, ഇവരെ ഏത് ക്യാരക്ടർ. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇവർ പോയി കഴിഞ്ഞ് അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനെ അറിയുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ, അത് ഫീമെയിലോ മെയിലോ ആയാലും നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല, ഞങ്ങളിൽ പലർക്കും ഇല്ല. അറിയിക്കാം, ശരി, അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കാണും. എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഇത്ര ദിവസത്തെ സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ആയിരിക്കാം ഇവർ ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ്. പിന്നെ എന്തിനാണ് നിങ്ങളെന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങളെന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അപ്പം ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, മാഡം നിങ്ങൾ അഭിനയിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട്
ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടിയത് നിങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു. അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സിന് പറ്റില്ല സംവിധായകൻ പറയുമ്പോൾ പിന്നെ എന്താണ് എന്നെ വിളിച്ചു വരുത്തിയെന്ന് ചോദിച്ചാൽ നേരിട്ട് നിങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടല്ലേ ഒരു നറേഷൻ അങ്ങനെയൊക്കെയല്ലേ നടക്കുക എന്നൊക്കെ പറഞ്ഞു. ഇവർ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഇത് അന്ന് അവസാനിച്ചതാണ്. ഇതിനിടയിലൂടെ ഞാൻ ഈ പറയുന്ന സമയത്ത് അവരുടെ വളകളിൽ തൊട്ടു എന്നൊക്കെ പറയും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, മുടിയിൽ തലോടി എന്നൊക്കെ. ആ ഭാഗം മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ആരുടെ ബുദ്ധിയോ കുബുദ്ധിയോ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ച് പോകാനും പോകുന്നില്ല. പിന്നെ ഇത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക്, ഞാൻ മാത്രമല്ല അവിടെ ശങ്കർ താമസിക്കുന്നുണ്ട്, വേറെ എൻ്റെ അസിസ്റ്റൻസ് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട്. അതിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിച്ച് പിരിഞ്ഞതാണത്. ഓട്ടെ, ആർക്കാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗൂഢോദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ പിന്നിൽ പോകുന്നില്ല. നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ അവർ അതുമായി എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് നോക്കാം. അത് അവിടെ എന്നെയും കേൾക്കാനൊരു അവസരം ഉണ്ടാവുമല്ലോ. അവർ എവിടെ പരാതിപ്പെട്ടാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ആരോപണം, വളരെ ഗൗരവമുള്ളത്, പേര് പറഞ്ഞുകൊണ്ട് ഒരു നടി രംഗത്ത് വരുന്നു. ഇനിയിപ്പോൾ അതിൽ എന്ത് നടപടി എന്നൊന്നും നമുക്കറിയില്ല. അവർ പരാതിയൊന്നും ഏതായാലും കൊടുത്തിട്ടില്ല. അങ്ങനെ പരാതി കൊടുത്ത് മുന്നോട്ട് പോകുമോ എന്ന് നമുക്കറിയില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് KPCC അധ്യക്ഷൻ തന്നെ രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്രീകാന്ത്? ഈ ബംഗാളി നടി ശ്രീലേഖ മിത്ര 24-നോടാണ് ഇക്കാര്യം തുറന്ന സംസാരിക്കുന്നതും പറയുന്നതും. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ രഞ്ജിത്തിന്റെ പ്രതികരണം കൂടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാര്യം. അതായത് ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും രഞ്ജിത്ത് തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് ഹോട്ടൽ മുറിയിലേക്കല്ല താൻ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. ശങ്കറും അതോടൊപ്പം തന്നെ തൻ്റെ അസോസിയേറ്റ്സും ഉണ്ടായിരുന്ന തൻ്റെ DD നെസ്റ്റിലെ തൻ്റെ ഫ്ലാറ്റിലേക്കാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. രണ്ടാമതായി, ഈ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സിഗരറ്റ് വലിക്കാൻ പോകുന്നു. തൊട്ടു പിന്നാലെ ഈ ശ്രീലേഖ മിത്ര ചെന്ന് ഒരു സിഗരറ്റ് വാങ്ങുന്നു. അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചതിന് ശേഷം അവർ പോകുന്നു. ഇത്ര മാത്രമാണ് ഈ രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നും പറയുന്ന കഥ. പക്ഷേ ശ്രീലേഖ മിത്ര പറയുന്നത് താൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 പേരിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. പക്ഷേ ജോഷി, ഈ ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായ ജോഷി, ശ്രീലേഖ മിത്രയെ ഇവിടേക്ക് കൊണ്ടുവന്ന, കേരളത്തിലേക്ക് കൊണ്ടുവന്ന ജോഷിയുടെ പ്രതികരണം കൂടി നമുക്ക് കിട്ടിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്നും തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് പോലും എടുത്തു കൊടുക്കാതെ അവരെ ഇവിടെ പരമാവധി ഉപദ്രവിച്ചു. അവർ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ വാടക പോലും കൊടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഫാദർ അഗസ്റ്റിൻ വട്ടോളി അടക്കം സഹായിച്ചതിന് ശേഷമാണ് ഇവർ ഇവിടെ നിന്നും തിരികെ കൽക്കത്തയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യവും ജോഷി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ, KPCC അധ്യക്ഷൻ, ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഈ ആരോപണങ്ങളിൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. ഈ സിനിമാ മേഖലയിലെ പവർ സെന്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അതൊരു MLAയും മന്ത്രിയും ഈ രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്തുമാണ്. അതിൽ അന്വേഷണം വേണം, നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. രാഷ്ട്രീയ വിഷയം കൂടിയായി ഈ സിനിമാ മേഖലയിലെ പ്രശ്നം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. യെസ്, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ശ്രീലേഖ മിത്ര പറഞ്ഞത് സത്യമെന്ന് സംവിധായകൻ ജോഷി ജോസഫ് കൂടി പ്രതികരിക്കുന്നുണ്ട്. ആ സമയത്ത് ജോഷി ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. ജോഷി ജോസഫിൻ്റെ സഹായം അവർ തേടിയിരുന്നു. അന്ന് നടിയെ രക്ഷിക്കാനായി എന്ന് കൂടി ജോഷി ജോസഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ആരോപണത്തിന് ഉപോത്ബലകമായ ഒരു സാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിൽ ജോഷി ജോസഫ് എന്ന സംവിധായകനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. ആരോപണങ്ങളെപ്പറ്റി അറിയില്ലെന്നും കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൈമലർത്തി താരസംഘടന അമ്മ. നടിമാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഒറ്റപ്പെട്ട സംഭവമെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വിശേഷിപ്പിച്ചത്. റിപ്പോർട്ട് പുറത്തു വന്ന് 5 ദിവസത്തിനു ശേഷമാണ് താരസംഘടനയുടെ പ്രതികരണം തന്നെ ഉണ്ടാകുന്നത്. ഏറെ വിമർശനങ്ങൾക്കും സംഘടനയ്ക്കുള്ളിലെ സമ്മർദ്ദത്തിനും ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണത്തിന് താരസംഘടന തയ്യാറായത്. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കുറ്റകൃത്യമുണ്ടെങ്കിൽ സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തട്ടെയെന്നും ജനറൽ സെക്രട്ടറി. ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി
സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നടിമാർക്കെതിരായ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവമെന്ന് വിശദീകരണം. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. റിപ്പോർട്ടിന്റെ പേരിൽ സംഘടനയെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്. ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷെ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പേരിൽ പുകമറ തീർക്കരുത്, അന്വേഷണം ആവശ്യപ്പെടാൻ ഭയമില്ലെന്നും സിദ്ദിഖ്. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ എന്ത് പാർട്ടി ചെയ്യാം. സിനിമയിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ. ഇന്നേ വരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞു. മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെയാണ് സിദ്ദിഖ്, ജോമോൾ, അനന്യ, വിനു മോഹൻ, ജയൻ ചേർത്തല എന്നിവർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. 24 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ താരസംഘടനയിൽ ഭിന്നത. സിനിമാ മേഖലയിലെ അതിക്രമം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നിലപാട് തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്തെത്തി. ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ലൈംഗിക ചൂഷണത്തെ സാമാന്യവൽക്കരിക്കരുത് എന്നുമായിരുന്നു ജഗദീഷിന്റെ മറുപടി. കൊച്ചിയിൽ അമ്മയുടെ വാർത്താ സമ്മേളനം സിദ്ദിഖ് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ വസതിയിൽ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടു. റിപ്പോർട്ടിലുള്ള അമ്മയുടെ പ്രതികരണം വൈകിയതിലെ ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണത്തെ തള്ളിയാണ് ജഗദീഷ് തുടങ്ങിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. സിദ്ദിഖ് നടത്തിയ ഓരോ വാദത്തിനും മറുപടി. സ്ത്രീകൾ അതിക്രമം നേരിടുന്നുവെന്ന റിപ്പോർട്ടിലെ മൊഴികൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജഗദീഷ്. നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെ. റിപ്പോർട്ടിന്റെ പേരിൽ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അടച്ചാക്ഷേപിക്കരുത് എന്നായിരുന്നു സിദ്ദിഖിന്റെ അഭ്യർത്ഥന. എന്നാൽ ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തട്ടെ എന്ന് ജഗദീഷ് തുറന്നടിച്ചു. കോൺക്ലേവിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞുമാറിയപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒപ്പം ഇരുത്തരുത് എന്നും WCCയുടെ ആവശ്യം പരിഗണിക്കുമെന്നും ജഗദീഷ്. കോൺക്ലേവിന്റെ കാര്യത്തിൽ, ഘടനയുടെ കാര്യത്തിൽ ഈ WCC പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണ വിധേയരാണെന്ന് WCCക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. വിയോജിപ്പുകളാണ് തുറന്നു പ്രകടിപ്പിച്ചതെങ്കിലും ജനറൽ സെക്രട്ടറിയുമായി ഭിന്നതയില്ലെന്ന് പറഞ്ഞാണ് ജഗദീഷ് അവസാനിപ്പിച്ചത്. പിന്നാലെ സിദ്ദിഖ് വീണ്ടും മാധ്യമങ്ങളോട് താൻ പറഞ്ഞതിനെതിരായി ജഗദീഷ് ഒന്നും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി. 24 കൊച്ചി, തിരുവനന്തപുരം. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാകില്ലെന്ന് നടൻ സിദ്ദിഖ്. കഴിഞ്ഞ 40 വർഷമായി സിനിമയിലുള്ള തനിക്ക് മാഫിയയോ പവർ ഗ്രൂപ്പോ ഉള്ളതായി അറിവില്ല. പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർക്ക് തന്നെ പറയാമല്ലോ എന്നായിരുന്നു സിദ്ദിഖിന്റെ മറുപടി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവരാണ് ആര് സിനിമയിൽ അഭിനയിക്കണമെന്നും ആരെയൊക്കെ ഒഴിവാക്കണമെന്നതും തീരുമാനിക്കുന്നതെന്ന പരാമർശത്തിനെതിരെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചത്. ഹേമ കമ്മിറ്റിയിൽ അങ്ങനെ മൊഴി നൽകിയവർ തന്നെ അത് ആരൊക്കെയെന്ന് വ്യക്തമാക്കണം. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി, ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്, ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. 2018 ഇരയായ നടിയുടെ പരാതി ലഭിച്ചിരുന്നുവെന്നും അന്ന് ആ പരാതി പരിഗണിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നും സിദ്ദിഖ് പറഞ്ഞു. ആ പരാതി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കും.
ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ച് അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുമ്പോഴും സംഘടനയ്ക്കുള്ളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് എത്താതിരിക്കാനാണ് അമ്മ നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് വിശദീകരിച്ചത്. 24 കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന ഷമ്മി തിലകൻ 24നോട്. ഇരകൾ തെരുവിലിറങ്ങട്ടെ എന്നാണ് സർക്കാർ നിലപാട്. റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും സ്ത്രീക്കാണ് കുറ്റമെന്നായിരുന്നു ദീദി ദാമോദരന്റെ പ്രതികരണം. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണമെന്ന് നടൻ ജി കൃഷ്ണകുമാറും ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. പരാതി പറയാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. റിപ്പോർട്ടിൽ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ ഷമ്മി തിലകൻ ഇരകൾ തെരുവിലിറങ്ങട്ടെ എന്നാണ് സർക്കാർ നിലപാടെന്നും കുറ്റപ്പെടുത്തി. മൊഴി കൊടുത്തവർക്ക് നീതി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സർക്കാരിൻ്റെ ഒക്കെ ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഹോപ്പ്ലെസ്. ഇരകൾ നേരിട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നടക്കും. റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും സ്ത്രീക്കാണ് കുറ്റമെന്ന് ദീദി ദാമോദരൻ പ്രതികരിച്ചു. ഇരകൾ പരാതി നൽകണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പലരും വിഷമത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇത്ര ലാഘവത്തോടെ ഒരാൾ സംസാരിക്കുമ്പം അതിൽ ഒളിച്ചു വെച്ച ഒരു പരിഹാസവും ആ പരിഹാസത്തിന്റെ ക്രൂരതയാണ് അതാണ് എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരിഹസിക്കുന്ന തരത്തിൽ വീഡിയോ അപ്ലോഡായതിന് പിന്നാലെ നടൻ ജി കൃഷ്ണകുമാർ വിശദീകരണവുമായി രംഗത്തെത്തി. റിപ്പോർട്ടിനെ കുറിച്ചല്ല താൻ പറഞ്ഞത്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടാകണം. റിപ്പോർട്ട് മോശം എന്നല്ല പറഞ്ഞു. റിപ്പോർട്ടിൽ എല്ലാം ഉണ്ട്. പക്ഷെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് എടുത്തിരിക്കുന്ന ശ്രീമതി ഹേമ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ ചിലയിടത്ത് ഒഴിവാക്കിയിരുന്നു. പക്ഷെ അവർ പറയാത്തത് പോലും ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ആരെയോ സംരക്ഷിക്കാൻ എവിടെയൊന്നും നടക്കുന്നുണ്ട്. ഇതിനൊരു ഇച്ഛാശക്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണം. സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആലോചിക്കുമ്പോൾ മുഖം നോക്കാതെയുള്ള നടപടി വേണമെന്ന ആവശ്യം സിനിമാ മേഖലയിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാരിന്റെ ഒളിച്ചുകളി. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കൂടുതൽ പേജുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കാൻ പറഞ്ഞിടത്ത് 129 പാരഗ്രാഫുകളാണ് സാംസ്കാരിക വകുപ്പ് ഒഴിവാക്കിയത്. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഖണ്ഡിക അബദ്ധത്തിൽ പുറത്തു വന്നത് സർക്കാരിനെ വെട്ടിലാക്കുകയും ചെയ്തു. 299 പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 66 പേജുകൾ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അറിയിച്ചതിനേക്കാൾ 100-ലധികം ഖണ്ഡികകളാണ് അധികമായി ഒഴിവാക്കിയത്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശത്തെ മറികടന്നാണ് സർക്കാരിന്റെ ഈ നടപടി. അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഇക്കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉന്നതരെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളതിനേക്കാൾ ഗുരുതരമായ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഖണ്ഡികകളിൽ ഉണ്ടെന്നും വിമർശനമുണ്ട്. എന്നാൽ സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. നിയമപരമായി അല്ലാതെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും സർക്കാർ പറയുന്നു. ഇതിനിടെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക പുറത്തായത് സർക്കാരിനെ വെട്ടിലാക്കി. 96-ാം ഖണ്ഡികയാണ് പുറത്തായത്. സിനിമയിലെ അതിപ്രശസ്തരുടെ ലൈംഗിക ചൂഷണം എന്ന മൊഴി അവിശ്വസിക്കാൻ കഴിയില്ലെന്ന ഹേമ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് പുറത്തായത്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്കൊപ്പം മോദി കീവിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി സന്ദർശിച്ചു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും വിവരങ്ങളും അടയാളപ്പെടുത്തിയിരുന്ന പ്രദർശനമാണ് മോദി സന്ദർശിച്ചത്. പിഞ്ചുകുഞ്ഞുങ്ങളെ സംബന്ധിച്ച് യുദ്ധം വിനാശകരമാണെന്ന് സന്ദർശനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ചാണ് തന്റെ ചിന്തയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മ്യൂസിയം സന്ദർശനത്തിൽ വികാരാധീനനായ സെലൻസ്കിയെ മോദി ചേർത്തുപിടിച്ചു. കീവിലെ മഹാത്മാഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി മ്യൂസിയം സന്ദർശിക്കാനെത്തിയത്. സംഘർഷ സാഹചര്യത്തിന് അയവ് വരുത്താൻ മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്ന് മോദി പറഞ്ഞു. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് കീവിൽ തുടക്കമായി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന. 7 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ മറ്റ് നിർണായക വിഷയങ്ങളും ചർച്ചയാകും. 1991-ൽ സ്വതന്ത്ര രാഷ്ട്രമായതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. റഷ്യൻ സന്ദർശനം നടത്തി ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് മോദിയുടെ യുക്രൈൻ സന്ദർശനം. പോളണ്ടിൽ നിന്ന് റെയിൽ ഫോഴ്സ് 1 ട്രെയിനിൽ 10 മണിക്കൂർ യാത്ര ചെയ്താണ് മോദി യുക്രൈനിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.